ഡിസ്കസ് ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള പെയർസ് ഓഫ് ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ 8th നമ്മൾ സിമ്പിളായിട്ട് ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ചരം ഉപയോഗിച്ചുള്ള സമവാക്യം ഉപയോഗിച്ചിട്ട് ആ ചരത്തിന്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേരിയബിളിന്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുള്ള 2 ഇക്വേഷൻ എടുത്തിട്ട് അതിൽ നിന്നും ആ 2 വേരിയബിൾസിന്റെ അല്ലെങ്കിൽ 2 ചരങ്ങളുടെ വില കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ട് നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുക. സം 10 ഡിഫറൻസ് 2, അതായത് തുക 10ഉം വ്യത്യാസം 2ഉമായിട്ടുള്ള സംഖ്യകൾ ഏവ എന്നുള്ളതാണ്. അതായത് 2 സംഖ്യകളുടെ തുക 10ഉം വ്യത്യാസം 2ഉം ആണെങ്കിൽ സംഖ്യകൾ ഏവ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് 2 വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഫോം ചെയ്തിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് 2 വേരിയബിൾസ് ആവശ്യമുണ്ട്. അപ്പൊ അതിലെ ആദ്യത്തെ വേരിയബിൾ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ 2 നമ്പേഴ്സ് ഉണ്ട്. ആ 2 നമ്പേഴ്സിലെ ഫസ്റ്റ് നമ്പർ നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? എക്സ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു എക്സ്, സെക്കൻഡ് നമ്പർ ഈക്വൽ ടു വൈ. ഫസ്റ്റ് നമ്പർ എക്സും സെക്കൻഡ് നമ്പർ വൈയുമായിട്ടും എടുക്കുകയാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സമ്മ് 10 ആണ്, അതായത് തുക 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ 2 നമ്പേഴ്സും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി വ്യത്യാസം ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട് 2 ആണ്. അപ്പൊ നമുക്ക് അതിന് കിട്ടുന്നത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2. ഇപ്പൊ നമുക്കിവിടെ 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ ഈ സമവാക്യങ്ങൾ തമ്മിൽ ഒന്നില്ലെങ്കിൽ ആഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. അതായത് ഒന്നില്ലെങ്കിൽ കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം. കൂട്ടുകയാണെങ്കിലും കുറയ്ക്കുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലെ ഒരു ചരം അല്ലെങ്കിൽ ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യണം, ഇല്ലാതെ ആക്കണം. എങ്കിലേ നമുക്ക് അതിന് രണ്ടാമത്തെ വേരിയബിള് കണ്ടെത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ എലിമിനേറ്റ് ആവണമെങ്കിൽ ആ സമവാക്യങ്ങൾ തമ്മിൽ ഒന്നില്ലെങ്കിൽ കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം. അപ്പൊ കൂട്ടുകയാണെങ്കിൽ മറ്റേ വേരിയബിൾ എന്തായിട്ട് പോകണം? ഒരെണ്ണം ഇല്ലാതെയായിട്ട് പോകണം. അപ്പൊ അവിടെ ആ വേരിയബിൾസ് തമ്മിൽ എന്ത് ചെയ്യണം? ഈക്വൽ ആയിരിക്കണം. ഏതെങ്കിലും ഒരു വേരിയബിള് അവിടെ എക്സോ വൈയോ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഇപ്പൊ ഇവിടുത്തെ ഈ കേസിൽ എക്സും വൈയും, ഇവിടെ എക്സ് തന്നെയാണ്, ഇവിടെ എക്സ് തന്നെയാണ്, ഇവിടെ വൈ ആണ്, ഇവിടെ മൈനസ് വൈ ആണെന്നുള്ള വ്യത്യാസമുള്ളൂ. അപ്പൊ നമുക്ക് ഈ സമവാക്യങ്ങൾ തമ്മിൽ ഒന്നില്ലെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇവിടെ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കൂട്ടാനാണ്. അപ്പൊ ഒന്നാമത്തെ സമവാക്യം രണ്ടാമത്തെ സമവാക്യം കൂടി കൂട്ടുകയാണ്. കൂട്ടുമ്പോ എക്സും എക്സും കൂടി കൂട്ടുക. എക്സും എക്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 2x ആണ്, അല്ലെ? ഇനി വൈയും മൈനസ് വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ 0 ആണ് കിട്ടുക. അപ്പൊ അത് വൈ എന്തായി? അത് ക്യാൻസൽ ആയി പോയി. ബാക്കി നമുക്ക് അപ്പൊ അവിടെ ഒന്നുമില്ല, അപ്പൊ 0 ആണ് വരിക. അപ്പൊ അവിടെ ഒന്നും എഴുതണ്ട. ഈക്വൽ ടു, ഇനി നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 10ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 വരും. അപ്പൊ 2x ഈക്വൽ ടു 12 ആണെങ്കിൽ x ഈക്വൽ ടു 12/2 ഈക്വൽ ടു 6 കിട്ടി. അപ്പൊ ഫസ്റ്റ് വേരിയബിൾ നമുക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം? സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ സെക്കൻഡ് നമ്പർ കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വൈയുടെ വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇക്വേഷൻ ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. ഇനി എക്സിന്റെ പ്ലേസിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ 6 പ്ലസ് വൈ ഈക്വൽ ടു 10, വൈ ഈക്വൽ ടു 10 മൈനസ് 6 ഈക്വൽ ടു 4. അപ്പൊ നമുക്ക് കിട്ടിയത് ഫസ്റ്റ് നമ്പർ എക്സും സെക്കൻഡ് നമ്പർ വൈയും ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ 6 ആണ്, വൈയുടെ വാല്യൂ 4 ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ 6ഉം 4ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 10 കിട്ടും. 6 മൈനസ് 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2ഉം കിട്ടും.
ഇനി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 34 ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടി 5000 രൂപയാണ് വില. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി 8000 രൂപയും. ഓരോന്നിന്റെയും വില എത്രയാണ്? പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ഈസ് 5000 rupees and price of a table and 4 chairs is 8000 rupees. What is the price of each? ഇതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അതായത് ഇവിടെ ഒരു മേശയും ഉണ്ട്, ഒരു കസേരയും ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആദ്യം ഒരു ഇങ്ങനെ തരുമ്പോൾ ക്വസ്റ്റ്യനിൽ 2 സെന്റൻസ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അതിലെ ഫസ്റ്റ് സെന്റൻസിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഫോം ചെയ്യാൻ സാധിക്കുക. അതേപോലെ രണ്ടാമത്തെ സെന്റൻസിൽ നിന്നാണ് രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് നോക്കുക. പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് എ ചെയർ ഈസ് 5000 rupees. അപ്പൊ അവിടെ ഒരു ടേബിളും ഉണ്ട്, അതേപോലെ ചെയറും ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സും വൈയും ആയിട്ട് എടുക്കേണ്ടത് പ്രൈസ് ആണ്. ഏതിന്റെയൊക്കെ പ്രൈസ് ആണ്? പ്രൈസ് ഓഫ് എ ടേബിൾ, അതായത് ഒരു മേശയുടെ വില എക്സ് ആയിട്ട് എടുക്കുക. പ്രൈസ് ഓഫ് എ ചെയർ, ഒരു കസേരയുടെ വില വൈ ആയിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടിനും കൂടിയിട്ട് എത്ര റുപ്പീസ് ആണ് പ്രൈസ് വരുന്നത്? 5000 rupees ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5000. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് സെന്റൻസ് വായിക്കുക. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി 8000 rupees ആണ്. അതായത് പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് 4 ചെയേഴ്സ് എത്രയാണ്? 8000 ആണ്. അപ്പൊ നമുക്ക് അതിന് രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്യാൻ സാധിക്കും. അപ്പൊ എത്ര മേശയാണുള്ളത്? 1 മേശ അല്ലെ? അതായത് ഒരു മേശയാണ് അവിടെ ഉള്ളത്. അപ്പൊ ഒരു മേശ എന്ന് പറയുമ്പോൾ എക്സ് തന്നെ, പ്ലസ് എത്ര ചെയേഴ്സ് വരുന്നുണ്ട്? 4 ചെയേഴ്സ് വരുന്നുണ്ട്. അപ്പൊ 4y ഈക്വൽ ടു എത്രയാണ്? 8000 rupees ആണ്. ഇപ്പൊ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സോൾവ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ചെയ്യേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ ഈ ഇക്വേഷൻസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഒരു വേരിയബിളും എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ലാർജസ്റ്റ് ഇക്വേഷനിൽ സ്മോളസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇതിൽ ലാർജസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ്. അപ്പൊ സെക്കൻഡ് വണ്ണിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യും. അപ്പോ ഇവിടെ എക്സ് നിന്ന് എക്സ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 0 ആണ്, അവിടെ ഒന്നുമില്ല. ഇനി 4y നിന്ന് y സബ്ട്രാക്ട് ചെയ്യാം. 4y മൈനസ് y എത്ര വരും? 3y വരും. ഈക്വൽ ടു 8000 നിന്ന് 5000 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 3000 ആണ്. Therefore y equal to 3000 divided by 3 equal to 1000. ഈ 1000 എന്ന് പറയുന്നത് ഒരു ചെയറിന്റെ പ്രൈസ് ആണ്, അതായത് ഒരു കസേരയുടെ പ്രൈസ് ആണ് 1000 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന് എന്ത് കണ്ടെത്തണം? മേശയുടെ നമുക്ക് പ്രൈസ് കണ്ടെത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5000, എക്സ് പ്ലസ് വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 1000 ആണ്, ഈക്വൽ ടു 5000. Therefore x equal to 5000 minus 1000 equal to 4000. അപ്പോ ഇപ്പൊ കിട്ടിയത് ഒരു മേശയുടെ വില എന്ന് പറയുന്നത് 4000 ആണ്. അതേപോലെ ചെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1000 ആണ്. അപ്പൊ x equal to 4000, y equal to 1000. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 36 2 പേനയ്ക്കും 3 നോട്ട് ബുക്കിനും കൂടി 40 രൂപ, 2 പേനയ്ക്കും 5 നോട്ട് ബുക്കിനുമാണെങ്കിൽ 60 രൂപ. ഒരു പേനയുടെ വില എത്രയാണ്? ഒരു നോട്ട് ബുക്കിന്റെ വില എത്രയാണ് എന്നാണ്. അപ്പൊ അതായത് 2 pens and 3 notebooks are cost 40 rupees and 2 pens and 5 notebook cost 60 rupees. Find the price of each എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് 2 കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിനൊക്കെ കുറിച്ചിട്ടാണ്? പേനയും ഉണ്ട്, അതേപോലെ നോട്ട് ബുക്കും ഉണ്ട്. അപ്പൊ പ്രൈസ് ഓഫ് എ പെൻ ഈക്വൽ ടു എക്സ് എടുക്കുക, അതേപോലെ പ്രൈസ് ഓഫ് എ നോട്ട് ബുക്ക് ഈക്വൽ ടു വൈ എന്ന് എടുക്കുക.
ഇനി അതിലെ ആദ്യത്തെ സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഫസ്റ്റ് ഇക്വേഷൻ ഫോം ചെയ്യാൻ സാധിക്കും. അതായത് 2 പെന്നിന്റെയും 3 നോട്ട്ബുക്കിന്റെയും പ്രൈസ് ആണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ആ ഇക്വേഷനെ? 2x പ്ലസ് 3y ഈക്വൽ ടു 40 റുപ്പീസ് ആണ്. ഈക്വൽ ടു 40 ആണ് ഇക്വേഷൻ നമ്പർ 1 കിട്ടിക്കഴിഞ്ഞു. ഇനി സെക്കൻഡ് സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സെക്കൻഡ് ഇക്വേഷൻ ഫോം ചെയ്യാൻ സാധിക്കും. അതായത് പ്രൈസ് ഓഫ് 2 പെൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2x പ്ലസ് 5 നോട്ട്ബുക്കിന്റെ പ്രൈസ് ആണ്. അപ്പൊ 5y ഈക്വൽ ടു 60 റുപ്പീസ് ആണ്. ഇപ്പൊ നമുക്ക് ഇവിടെ 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ ഈക്വൽ ആയിട്ട് വരുന്നത് എക്സ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കില്ല. സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് ഈ എക്സിനെ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിക്കുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഏതിന്ന് സബ്ട്രാക്ട് ചെയ്യണം? സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 2 - 1 എന്ന് എഴുതുക. 2x 2x സബ്ട്രാക്ട് ചെയ്താൽ നമുക്കറിയാം 0 ആണെന്നുള്ളത്. ഇനി 5y നിന്ന് 3y സബ്ട്രാക്ട് ചെയ്താൽ 2y കിട്ടും. ഈക്വൽ ടു 60 40 സബ്ട്രാക്ട് ചെയ്താൽ 20. Therefore y ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 10. ഈ 10 എന്ന് പറയുന്നത് y ആണ്. yയുടെ വില എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് എ നോട്ട് ബുക്ക് ആണ്. അപ്പൊ നോട്ട് ബുക്കിന്റെ പ്രൈസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്തണം? പെന്നിന്റെ പ്രൈസ് കണ്ടുപിടിക്കണം. അപ്പൊ പെന്നിന്റെ പ്രൈസ് കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എടുക്കാം. അപ്പൊ 2x പ്ലസ് 3y ഈക്വൽ ടു 40. അപ്പൊ 2x പ്ലസ് 3 ഇൻറ്റു വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 10 ആണ്. ഈക്വൽ ടു 40. അപ്പൊ 2x പ്ലസ് 3 ഇൻറ്റു 10 30 ഈക്വൽ ടു 40. അപ്പൊ 2x ഈക്വൽ ടു 40. ഈ 30നെ ഈക്വലിന്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ -30 ആവും. അപ്പൊ 2x ഈക്വൽ ടു 10 എന്ന് കിട്ടും. അപ്പൊ x ഈക്വൽ ടു 10/2 ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പൊ 5 എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് എ പെന്നും y അതായത് 10 എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് എ നോട്ട് ബുക്കുമാണ്. അപ്പൊ ഇവിടെ നമുക്ക് x ഈക്വൽ ടു 5 കിട്ടി, y ഈക്വൽ ടു 10 കിട്ടി. ഇനി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 36 തന്നെ പ്രാക്ടീസ് പ്രോബ്ലത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ചുറ്റളവ് 1 മീറ്ററായ ചതുരത്തിൽ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 5 സെന്റിമീറ്റർ നീളം കൂടുതലാണ്. വശങ്ങളുടെ നീളം കണക്കാക്കുക. അതായത് ഒരു ചതുരത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ചതുരത്തിന് എന്തുണ്ട്? ഒരു ലെങ്ത്തും ഉണ്ട്, ഒരു ബ്രെഡ്ത്തും ഉണ്ടായിരിക്കും. അപ്പോൾ ലെങ്ത്തിന് ബ്രെഡ്ത്തിനെക്കാട്ടിലും 5 സെന്റിമീറ്റർ ലെങ്ത് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ആ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കവിടെ 2 സെന്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തുമാണ്, അതായത് ചതുരത്തിന്റെ നീളവും വീതിയുമാണ്. അപ്പൊ നമുക്ക് ചതുരത്തിന്റെ നീളം എന്തായിട്ട് എടുക്കാം? x ആയിട്ട് എടുക്കാം. വീതി എന്തായിട്ട് എടുക്കാം? y ആയിട്ട് എടുക്കാം. നീളം ലെങ്ത് x, വീതി ബ്രെഡ്ത്ത് ഈക്വൽ ടു y എന്നെടുത്തു. ചതുരത്തിന്റെ ചുറ്റളവ് 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചതുരത്തിന്റെ ചുറ്റളവ് 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ ആണ്. 1 മീറ്ററിനെ നമ്മൾ സെന്റിമീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ് വരിക. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് അത് കാണാനുള്ള ഫോർമുല നമുക്ക് അറിയാം. 2 × l + b ആണ്. 2 × l + b ഈക്വൽ ടു 100 ആണ്. അപ്പോ l + b ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 50 എന്നാണ് കിട്ടുക. ഇവിടെ നമ്മൾ ലെങ്ത് x ആയിട്ടും ബ്രെഡ്ത്ത് y ആയിട്ടുമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുക x + y ഈക്വൽ ടു 50 എന്ന് കിട്ടും. ദിസ് ഈസ് ദി ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തെ സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവയുടെ വശങ്ങളുടെ നീളം വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 5 സെന്റിമീറ്റർ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. അപ്പോ x മൈനസ് y ഈക്വൽ ടു 5. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം.
ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ചെയ്ത പോലത്തെയാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻസ് ആഡ് ചെയ്ത് നോക്കാം. 1 + 2 ചെയ്യാം. അപ്പൊ എക്സും എക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2x വരും. 50യും 5ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 55 വരും. Therefore x equal to 55 divided by 2 equal to 27.5 സെന്റിമീറ്റർ എന്നാണ് x കിട്ടുക. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 27.5 കിട്ടും. ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് y കണ്ടുപിടിക്കണം അല്ലെ. എക്സ് എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ലെങ്ത് എത്ര കിട്ടിയത്? 27.5 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക. ഫസ്റ്റ് ഇക്വേഷൻ x + y = 50 ആണ്. അതിൽ എക്സിന്റെ പ്ലേസിൽ 27.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ y = 50 - 27.5. 50ന് 27.5 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 22.5 ആണ്. അപ്പോ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 22.5ഉം ലെങ്ത് എന്ന് പറയുന്നത് 27.5ഉം ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളും ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ക്ലാസ്സില് ബോയ്സിന്റെ എണ്ണവും ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് ബോയ്സിന്റെ എണ്ണത്തെക്കാൾ 4 നമ്പേഴ്സ് കൂടുതലാണ് ഗേൾസിന്റെ എണ്ണം. അതേപോലെ തന്നെ ഒരു ദിവസം 1 day 8 boys are absent, then the number of girls become 2 times of boys എന്നായി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് നമ്പർ ഓഫ് ഗേൾസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് എക്സും വൈ ആയിട്ടും എടുക്കാം. ആൺകുട്ടികളുടെ എണ്ണം നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ ടു എക്സ്, പെൺകുട്ടികളുടെ എണ്ണം നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽ ടു വൈ എന്ന് എടുക്കാം. ഇനി നമുക്കിവിടെ അറിയാം ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 4 മോർ ആണ് നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത്. അതായത് y എന്ന് പറയുന്നത് x + 4 ആണ്. അതായത് ബോയ്സിന്റെ എണ്ണത്തേക്കാൾ 4 നമ്പേഴ്സ് മോർ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇക്വേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ y - x = 4 എന്ന് കിട്ടും ഫസ്റ്റ് ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ സെന്റൻസ് നോക്കുക. അതിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്യാൻ സാധിക്കും. അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ബോയ്സ് 8 ആബ്സെന്റ് ആയപ്പോ, അതായത് അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് എത്രയായിട്ട് മാറി? എക്സ് ഉണ്ടായിരുന്നത് x - 8 ആയിട്ട് മാറി. അങ്ങനെ മാറിയപ്പോ ഗേൾസിന്റെ എണ്ണം, അതായത് y എന്ന് പറയുന്നത് ബോയ്സിന്റെ നമ്പറിന്റെ 2 ടൈംസ് ആയിട്ട് മാറി. അപ്പൊ 2 × x - 8 എന്നാണ് പറയാ. അപ്പൊ നമുക്ക് ഇതിന്റെ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്യണം. 2 × x 2x, 2 × -8 -16 എന്ന് വരും. ഇനി അതിനെ ഈ y-യുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ y - 2x = ഈ -16 അവിടെ തന്നെ നിർത്തുക. ഇങ്ങനെ വരും. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് y - 2x = -16 എന്ന് വരും. ഇപ്പൊ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഈ 2 ഇക്വേഷൻസിലും y ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ രണ്ടും ഒരേ സൈൻ ആയതുകൊണ്ട് ഈ ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യല്ല വേണ്ടത്, സബ്ട്രാക്ട് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ലാർജസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ ആണ് അല്ലെ. ഇവിടെ 4 ആണ്, ഇവിടെ -16 ആണ്. അപ്പൊ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. സബ്ട്രാക്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇക്വേഷന് സെക്കൻഡ് ഇക്വേഷൻ ആണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ ശ്രദ്ധിക്കണം, മൈനസ് ഒക്കെ വരുന്നത് കൊണ്ട് നമ്മൾ അത് എഴുതിയിട്ട് തന്നെ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ -x ആണുള്ളത്. -xൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? -2x സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ 2 മൈനസ് അടുത്ത് വന്നാൽ നമുക്കറിയാം അത് പ്ലസ് ആവും എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ -x + 2x എന്ന് പറഞ്ഞാല് 1x ആണ് വരിക. അപ്പൊ x = ഇനി അതേപോലെ ഇവിടെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. 4 - -16. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 2 മൈനസ് അതിന് അടുത്ത് വരുന്നുണ്ട്. അപ്പൊ അതെന്താവും? 4 + 16 ആവും. അപ്പൊ നമുക്ക് കിട്ടിയ എത്രയാണ്? 20 ആണ് വരിക. അപ്പോ x എന്ന് പറയുന്നത് എന്താണ്?
നമ്പർ ഓഫ് ബോയ്സ് നമുക്ക് കിട്ടി എത്രയാണ് 20. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് എത്രയായിരിക്കും? y കാണാൻ ഒന്നുകിൽ ഈ ഇക്വേഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് y എന്ന് പറയുന്നത് x+4 ആണ്. അപ്പൊ y ഈക്വൽ ടു x+4 എന്ന് പറയുമ്പോൾ y ഈക്വൽ ടു എക്സിന്റെ വാല്യൂ 20 ആണ്. 20 + 4 ഈക്വൽ ടു 24. അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് 20യും നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 24ഉമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈക്വൽ ആയിട്ട് വരുന്ന ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈക്വൽ അല്ലാത്ത ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ